മൊബൈൽ ഏത് സമയം കുട്ടികളുടെ കയ്യിലാണ്. കുട്ടികൾ മൊബൈലിൽ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ ടൈം സഹിതം കണ്ടുപിടിക്കാൻ സാധിക്കും. അതായത് കുട്ടികൾ ഈ സമയത്ത് ഇന്ന ആപ്പാണ് ഓപ്പൺ ചെയ്തത്, അല്ലെങ്കിൽ ലാസ്റ്റ് ഏത് ആപ്പാണ് ഓപ്പൺ ചെയ്തത്, ആപ്പിൻ്റെ പേര് സഹിതം നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. നമ്മളെ മൊബൈൽ ഫോണിൽ ഡയൽ പാഡ് ആപ്പിൽ നിന്ന് തന്നെ ഏത് ഡയൽ പാഡ് ആപ്പിലും ഈ സീക്രട്ട് കോഡ് ലഭ്യമാണ്. നമ്മളെ കുട്ടികൾ നമ്മളെ ഫോണിൽ ഏതൊക്കെ ആപ്പുകളാണ് എടുക്കുന്നത് എന്ന് സമയം സഹിതം കാണിച്ചു തരുന്ന ഒരു സീക്രട്ട് കോഡാണ്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടും. അപ്പോൾ നമുക്ക് അത് കാണിച്ചു തരുന്നതിന് മുമ്പ് ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ നിങ്ങൾ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം 2 ചാനലിൻ്റെ ബെല്ലൈക്കണോടെ കാണാൻ സാധിക്കുന്നതാണ്. 2 ക്ലിക്ക് ചെയ്തതിന് ശേഷം അതിലാണെന്ന് ഓപ്ഷൻ കിട്ടുക. എങ്കിൽ മാത്രമേ ഞങ്ങളിടുന്ന ഇതുപോലത്തെ ടെക്നോളജി വീഡിയോസ് നിങ്ങൾക്ക് ദിവസം നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായി ലഭിക്കത്തുള്ളൂ. അപ്പോൾ നമുക്ക് സമയങ്ങൾ പെട്ടെന്ന് വീഡിയോയിലോട്ട് പോവാം. നിങ്ങളെ ഫോണിലുള്ള ഡയലർ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ഏത് ഡയലർ ആപ്ലിക്കേഷനിലും ഈ ഓപ്ഷൻ ലഭ്യമാണ്. അതുകൊണ്ട് ഞാൻ എൻ്റെ ഫോണിലുള്ള ഡയലർ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തു. എന്നിട്ട് ഞാൻ പറയുന്ന അതേ കോഡ് നിങ്ങൾ ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. *436#***. അപ്പോൾ ഇവിടെ ഫോണിൻ്റെ ഇൻഫർമേഷൻ സംബന്ധമായിട്ടുള്ള നമ്മൾ ഇതുവരെ കാണാത്ത ഒരു പേജാണ് ഇവിടെ ഫോണിൽ വരുന്നത്. ഏത് ഫോണിലായാലും ഇത്തരത്തിലുള്ള ഒരു പേജായിരിക്കും വരുന്നത്. ചില ഫോണുകളിൽ വ്യത്യാസം ഉണ്ടാകുന്നേ ഉള്ളൂ. അപ്പോൾ ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫോണിൻ്റെ ഇൻഫർമേഷൻ കാണാൻ സാധിക്കും. നമുക്കതല്ലല്ലോ വേണ്ടത്. ഇവിടെ യൂസേജ് സ്റ്റാറ്റസ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. അതാണ് നമുക്ക് വേണ്ടത്. അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യാം. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇതുവരെ എത്ര മണിക്കാണ് ഏത് ആപ്പാണ് യൂസ് ചെയ്തത് സമയം സഹിതം നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ ഞാൻ ഇൻസ്റ്റാഗ്രാം 1:51 ഞാൻ എടുത്തിട്ടുണ്ട്. അതിനൊക്കെ അത് വളരെ കൃത്യമായിട്ട് കാണിക്കുന്നതാണ് നമ്മൾ എപ്പോഴും എടുത്തിട്ട്. അപ്പോൾ ഇതുപോലെ നമ്മൾ എടുക്കുന്ന അല്ലെങ്കിൽ കുട്ടികൾ എടുക്കുന്ന ആപ്പ് അവർ എത്ര മണിക്കൂറാണ് ആപ്പിൽ ചിലവഴിച്ചത് സമയം സഹിതം നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ ആപ്പിൻ്റെ പേര് എഴുതിയിട്ട് അപ്പുറത്ത് കാണിക്കുന്ന സമയമാണ്. ഇതുപോലെ നമുക്ക് നിറയെ ഉണ്ട്. ഇവിടെ 3 ലൈൻ ഇവിടെ ഒരു ഡോട്ട് കാണാം. അവിടെ ഡോട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുട്ടികൾ ലാസ്റ്റായിട്ട് യൂസ് ചെയ്ത ആപ്പിൻ്റെ ലിസ്റ്റ് ഇവിടെ നിന്ന് എടുക്കാൻ സാധിക്കുന്നതാണ്. ആപ്പിൻ്റെ പേര് മാത്രമാണ് വേണ്ടതെങ്കിൽ അതിനും ഇവിടെ സാധിക്കുന്നതാണ്. ഇവിടെ യൂസേജ് ടൈമാണ് വേണ്ടതെങ്കിൽ അതും ഇവിടെ ലഭ്യമാണ്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഏത് സമയമാണ് നിങ്ങൾ ഏത് സമയം ഏത് ആപ്ലിക്കേഷനാണ് ഉപയോഗിച്ചത്, അല്ലെങ്കിൽ നിങ്ങളെ കുട്ടികൾ ഏത് സമയം ഫോൺ എടുത്തിട്ട് ഏത് ആപ്ലിക്കേഷനാണ് ഉപയോഗിച്ചതെന്ന് സമയം സഹിതം നിങ്ങൾക്ക് മൊബൈൽ ഫോണിൽ നിന്ന് കണ്ടുപിടിക്കാൻ സാധിക്കുന്നതാണ്. ഇതുകൊണ്ടുള്ള പ്രയോജനം ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. കുട്ടികൾ മൊബൈൽ ഫോണിൽ എന്തൊക്കെയാണ് കാണിക്കുന്നതെന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാനും സാധിക്കും. അങ്ങനെ അവരെ നിയന്ത്രിക്കാനും സാധിക്കും. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ അത്രയുള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി ഇങ്ങനത്തെ എല്ലാത്ത നോളജ് വീഡിയോസ് ദിവസം നിങ്ങൾക്ക് ലഭിക്കാൻ ദേവഹരി എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ, KJS എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം 2 ചാനലിൻ്റെ ബെല്ലൈക്കണോടെ കാണാൻ സാധിക്കുന്നതാണ്. 2 ക്ലിക്ക് ചെയ്തതിന് ശേഷം അതിലാളെന്ന ഓപ്ഷൻ കൊടുക്കുക. എങ്കിൽ മാത്രമേ ഞങ്ങളിടുന്ന ഇതുപോലത്തെ ടെക്നോളജി വീഡിയോസ് നിങ്ങൾക്ക് ദിവസം നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായി ലഭിക്കത്തുള്ളൂ. പിന്നെ ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾക്ക് താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തും. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ നമുക്ക് നാളെ കാണാം. അതുവരേക്കും ഗുഡ് ബൈ.